സാർ, ലോകത്തെവിടെ ഭീകരവാദികൾ ഉണ്ടെങ്കിലും തങ്ങളുടെ സ്ഥലം വിട്ടുകൊടുക്കുന്ന ഒരു ഏർപ്പാടായിരുന്നു പാകിസ്ഥാൻ. അവർക്ക് സാമ്പത്തികമായ സഹായം നൽകുക, മറ്റ് ആയുധങ്ങൾ നൽകുക. ഇപ്പോൾ അവരെ ലക്ഷ്യം എന്തായിരുന്നു? അങ്ങനെ ഭീകരവാദികൾക്ക് പിന്തുണ നൽകുന്നത് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയെ ലക്ഷ്യമിട്ടായിരുന്നു. ഇന്ത്യ എങ്ങനെയെങ്കിലും ഈ ഭീകരവാദികളെ കയറ്റിവിട്ട് ഇന്ത്യയെ തകർക്കുക എന്നതാണ്. ഇപ്പോൾ അവസാന ഘട്ടമെത്തിയപ്പോൾ ഈ തീവ്രവാദികൾ അടിവാങ്ങുന്നത് തീവ്രവാദികളുടെ മുഴുവനായിട്ടുള്ള അടിവാങ്ങുന്നത് പാകിസ്ഥാനാണ്. കാരണം തിരിഞ്ഞു കൊത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിരിഞ്ഞു കൊത്തിയപ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ ഒരു പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ ആക്രമിക്കുകയാണ്, അവിടുത്തെ ഭീകരതാവളങ്ങൾ ആക്രമിക്കുകയാണ്. അങ്ങനെ തുടർച്ചയായുള്ള ആക്രമണം ഇപ്പോൾ തന്നെ 50-ലധികം പേർ മരണപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ പുതിയ നിലപാട് എങ്ങനെ നോക്കിക്കാണുന്നു പാകിസ്ഥാനിൽ? വലിയ രസമാണത്. താലിബാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഏഷ്യ ഉപഭൂഖണ്ഡം സ്വന്തമാക്കി കഴിഞ്ഞു എന്ന് മതിച്ചവരാണ് പാകിസ്ഥാൻകാർ. ആ രീതിയിലാണ് അവർ ഭാഷാപ്രയോഗങ്ങൾ നടത്തിയത്. ഇന്ത്യ ഒതുങ്ങിപ്പോയി, ഇന്ത്യ ഇനി ഇല്ല, ഇന്ത്യ നശിച്ചു കഴിഞ്ഞു എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ വാക്കുകളും ഡിപ്ലോമാറ്റിക് പ്രയോഗങ്ങളും ഒക്കെ ആ കാലത്ത് ഉപയോഗിച്ചിരുന്നത്. അപ്പം ഞങ്ങളുടെ അടുത്ത് ഒരു സഹോദര രാജ്യം കൂടെ വന്നിരിക്കുന്നു. ഇനി ഇന്ത്യയെ തകർക്കുക ലക്ഷ്യം. രണ്ടുപേരും കൂടി കാശ്മീർ അങ്ങ് പിടിക്കും. പിന്നെ പതിയെ പതിയെ ഇന്ത്യയിലേക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും അങ്ങ് വ്യാപിക്കും. അവിടെ മുഴുവൻ ഈ ഏഷ്യ ഉപഭൂഖണ്ഡം മുഴുവനും നമ്മുടേതായ പൈങ്കിളിയെ എന്നുള്ള പാട്ടൊക്കെ പാടിക്കൊണ്ടായിരുന്നു പാകിസ്ഥാൻ. ചെങ്കോട്ടയിൽ പച്ചക്കൊടി. അതിനുവേണ്ടി കുറേ ഏജന്റുമാർ ഇവിടെ ഉണ്ടായിരുന്നു താനും, ഇപ്പോഴും ഉണ്ടവരൊക്കെ. പക്ഷേ എന്താ സംഭവിച്ചത്? നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അമേരിക്ക എങ്ങനെ താലിബാനെ വളർത്തിക്കൊണ്ടുവന്നത് അവസാനം അവർക്ക് വിനയായി തീർന്നുവോ അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഉസാമ ബിൻ ലാദൻ ഇതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുപോയി രഹസ്യമായി അട്ടാറയിൽ കൊണ്ടുവന്ന് വളരെ രഹസ്യമായിട്ട് സൈനിക ക്യാമ്പിനടുത്ത് താമസിപ്പിച്ചു. എന്നിട്ട് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷം 2000-ൽ അധികം പേരവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ലോകം ഒരു നിമിഷം നിഷ്പന്ദമായിട്ട് നിന്നപ്പോൾ പാകിസ്ഥാനോട് ചോദിച്ചു, ഒസാമ ബിൻ ലാദൻ എവിടെയെന്ന് അമേരിക്ക ചോദിച്ചു. ഇത്രയധികം സീക്രട്ട് ഇൻ്റലിജൻസ് ഉള്ള, ഇത്രയധികം ഡീപ്പ് സ്റ്റേറ്റ് ആയിട്ടുള്ള അമേരിക്കയ്ക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒസാമ ബിൻ ലാദൻ എവിടെയെന്ന്. അത്ര അതീവ രഹസ്യമായിട്ട് അവരുടെ സൈനിക ക്യാമ്പിനടുത്ത് അവർ ഉസാമ ബിൻ ലാദനെ താമസിപ്പിച്ചു. എത്ര വർഷങ്ങൾ കഴിഞ്ഞാണ് അമേരിക്കൻ സെയിലർമാർ രഹസ്യമായിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ തലയിൽ വെടിവെച്ച്, ഭാര്യയും ഉണ്ടായിരുന്നു, ഇപ്പം തകർത്ത്, ഒരുപാട് ഭാര്യമാരുണ്ട്, 10-14 ഭാര്യമാർ, അതിലായിട്ട് പല മക്കളുമുള്ള ആളിനെ തകർത്ത് കളഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ താലിബാൻ അവിടെ ആദ്യം അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് ചുവന്ന കമ്പളം വിരിച്ച് സ്വീകരിച്ചവരാണ് പാകിസ്ഥാൻകാർ. അതിൻ്റെ ഫലം ഉണ്ടാവുകയും ചെയ്തു. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലെ കുറേ ഭീകരവാദികൾ വന്ന് ഒരു ഇന്ത്യൻ വിമാനം റാഞ്ചിക്കൊണ്ടുപോയി. അടൽ ബിഹാരി വാജ്പേയി ആണെന്ന് പ്രധാനമന്ത്രി, അജിത് ഡോവൽ എന്നുണ്ട് ഔദ്യോഗികമായിട്ട്, പെൻഷൻ പറ്റിയിട്ടില്ല, അദ്ദേഹവും ഉണ്ട്, ജസ്വന്ത് സിംഗ് ആണെന്ന് നമ്മുടെ രാജ്യരക്ഷാമന്ത്രി, അദ്ദേഹം പഴയ ഒരു ബ്രിഗേഡിയറാണ്. ആ സമയത്ത് തട്ടിക്കൊണ്ടുപോയി ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി. അപ്പോൾ അവർ പല രാജ്യങ്ങളിൽ പോയി. പാകിസ്ഥാനിൽ പോയപ്പോൾ അവിടെ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ദുബായി പോയി കൊണ്ട് കുറച്ച് നേരം ഇട്ടിരുന്നു. അപ്പോൾ ഇന്ത്യൻ കമാൻഡേഴ്സ് പറഞ്ഞു, ഞങ്ങൾ വരാം, ഓപ്പറേഷൻ നടത്താം. എൻ്റെ വിമാനത്താവളത്തിൽ ഇസ്രായേൽ നടത്തിയതുപോലെ ധീരമായ ഒരു ഓപ്പറേഷനിലൂടെ ഞങ്ങൾ മോചിപ്പിക്കാമെന്ന് പറഞ്ഞു. അന്ന് ദുബായ് ഗവൺമെൻറ് പറഞ്ഞത്, ഇപ്പം നല്ല ബന്ധമൊക്കെ ആണെങ്കിലും ഞങ്ങളിവിടെ അങ്ങനെ ഒരു കമാൻഡോ ഓപ്പറേഷൻ അനുവദിക്കില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ദുബായിൽ നിന്ന് പിന്നെ അവർ നേരെ കൊണ്ടുവന്നത് അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ എന്ന് പറയുന്ന സ്ഥലം. കാണ്ഡഹാർ മറ്റൊന്നുമല്ല, നമ്മുടെ ഗാന്ധാരം, നമ്മുടെ മഹാഭാരതത്തിൽ പറയുന്ന ഗാന്ധാരം എന്ന ദേശമാണ് ഈ കാണ്ഡഹാർ എന്നും പറഞ്ഞ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനായിട്ട് വിഘടിച്ചു പോയിരിക്കുന്നത്. ഇന്ത്യയുടെ ഭരണം അഫ്ഗാനിസ്ഥാനിലൊക്കെ ഉണ്ടായിരുന്നതേ, മൗര്യന്മാരുടെ കാലത്ത്, ഗുപ്തന്മാരുടെ കാലത്ത് അവിടം വരെ ഭരണം ഉണ്ടായിരുന്നതാണ്. അതിനൊന്നും ഇന്ത്യ അവകാശവാദം ഉന്നയിക്കുന്നില്ല. ന്യായമായിട്ടുള്ള അവകാശവാദങ്ങളും ചൈനയെ പോലെ അങ്ങനെയൊന്നും ഉള്ള ഒരു എക്സ്പാൻഷനിസ്റ്റ് പോളിസി ഒരിക്കലും ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഈ പല പ്രദേശങ്ങളും ഇന്ത്യയുടെ വകയായിട്ടുള്ളത് തന്നെയാണ്. ബർമ ഉൾപ്പെടെ പല പ്രദേശങ്ങളും ഇന്ത്യയുടെ തന്നെ രാജാക്കന്മാർ ഭരിച്ചിരുന്നതാണ്. ശ്രീലങ്കയും ഭരിച്ചിരുന്നത്. അവകാശവാദങ്ങളൊന്നുമില്ല, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അന്ന് കൊണ്ടുപോയപ്പോൾ അഹമ്മദ് വാക്കീൽ എന്ന് പറയുന്ന ആളായിരുന്നു ആ താലിബാൻ്റെ വിദേശകാര്യമന്ത്രി. ഇന്ത്യക്കാരെ ഇട്ട് നരകിപ്പിച്ചു അവിടെ. ആ ആഭ്യന്തരമന്ത്രി അദ്ദേഹമാണെങ്കിൽ മനുഷ്യത്വം കരുതി, മനുഷ്യത്വത്തിൻ്റെ ഒരു കാണിക പോലും ഉണ്ടായിരുന്നെങ്കിൽ ആ ബന്ദികളെ മോചിപ്പിക്കാൻ ഇന്ത്യയെ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. അത് ചെയ്തില്ല. ഭീകരവാദികളുടെ ഒരു ഇരയാക്കി ഇന്ത്യയെ മാറ്റി. അപ്പോൾ ഇവിടെ ഇന്ത്യയിലെ കുറേ ദേശസ്നേഹികളുണ്ടല്ലോ, ഈ വിമാനത്തിലിരിക്കുന്ന യാത്രക്കാരുടെ ബന്ധുക്കൾ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി. വലിയ പ്രക്ഷോഭം ഡൽഹിയിലുമൊക്കെ അവർ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി, ഞങ്ങളുടെ ആൾക്കാരെ വിട്ടുതരണം. അതിന് കോൺഗ്രസ് എന്ന് പറയുന്ന ഈ നാണം കെട്ട ദേശസ്നേഹമില്ലാത്ത
എങ്ങനെയും ഇന്ത്യ തങ്ങളുടേതാക്കണമെന്ന് എന്ത് ഹീനകൃത്യവും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടി എന്ത് ചെയ്തു? അവർ ആ സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇന്ത്യ ഈ ആളിക്കത്തിക്കുക. ഇതാണ് മണിപ്പൂരിലായാലും ശരി, അവിടെ ഉത്തർപ്രദേശിലെ സംഭലിലായാലും ശരി, കാശ്മീരിലായാലും ശരി, ഏത് സ്ഥലത്തായാലും ഇവർ ഇത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷം ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ ചൈനയുമായി സംഘർഷം ഉണ്ടാകുമ്പോൾ സങ്കടകരമെന്ന് പറയട്ടെ, ദേശവിരുദ്ധമായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ തളർത്താനും തകർക്കാനുമുള്ള സമീപനങ്ങളാണ് രാഹുൽ ഗാന്ധിയും കമ്പനിയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിനൊരു കമ്പാരിഷൻ കൂടിയുണ്ട്. ഇപ്പോൾ വാജ്പേയിയുടെ ജന്മദിനം ജയന്തി കടന്നുപോയത് ഇപ്പോഴാണല്ലോ. ഈ അടൽ ബിഹാരി വാജ്പേയിയോട് ഇപ്പോൾ കടന്നുപോയ മൻമോഹൻ സിംഗ് ഒരിക്കൽ പറഞ്ഞു, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്, വളരെ മോശമാണ്, ദയവീത് നിങ്ങൾ രാഷ്ട്രീയമായിട്ട് മുതലെടുക്കരുത്, നമ്മൾക്ക് ലോകബാങ്കിൻ്റെയും മറ്റ് ബാങ്കുകളുടെയും മുമ്പിൽ പോയി ചട്ടിയുമായി നിൽക്കേണ്ട ഗതികേടാണ്. ഇപ്പോൾ പാകിസ്ഥാനെ പോലെ ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ അവസ്ഥയിലായിരുന്നു അന്ന് ഇന്ത്യ. അത് AB വാജ്പേയി മുതലെടുത്തില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ നൽകാം എന്ന് പറയുകയാണ് മഹാനായ രാജ്യതന്ത്രജ്ഞൻ ചെയ്തത്. അതാണ് അടൽ ബിഹാരി വാജ്പേയിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് ഇന്ത്യ തകർന്നു കാണാൻ ആഗ്രഹിക്കുന്നു, മറ്റത് ഇന്ത്യ ഏത് പാർട്ടി ഭരിച്ചാലും നന്നായി കാണാൻ ആഗ്രഹിക്കുന്നു. അതുതന്നെയാണ് ബംഗ്ലാദേശിനെ ഇന്ദിരാഗാന്ധി മോചിപ്പിച്ചപ്പോൾ അഭിമാനപൂർവ്വം ഇന്ത്യയുടെ ദുർഗയാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയാൻ ഒരു മടിയും കാട്ടാതെ വാജ്പേയി പറഞ്ഞത്. സാറ് ഇപ്പോൾ പറഞ്ഞ പോലെ സാമ്പത്തികമായി പാകിസ്ഥാൻ വലിയ രീതിയിൽ തകർന്നു നിൽക്കുകയാണല്ലോ. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നമാണ് അവിടെ ബലൂചിസ്ഥാൻ വിഷയമുണ്ട്. അവിടെ ആ ഉള്ളിൽ തന്നെയുള്ള ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്തെ ആൾക്കാർ സ്വതന്ത്ര രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ട് വർഷങ്ങളായി അവിടെ പ്രക്ഷോഭം നടത്തുന്നു. പിന്നീട് ഈ അഫ്ഗാൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ വിഘടനവാദ പ്രവർത്തനം അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വരുന്ന കാലത്ത് പാകിസ്ഥാനിൽ ഒരു പിളർപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? തെഹ്രീക്ക് താലിബാൻ വലിയ രീതിയിൽ ഇപ്പോൾ ഇന്ത്യയിൽ എങ്ങനെ ഭീകരാക്രമണം പാകിസ്ഥാൻ ഓപ്പറേറ്റ് ചെയ്തു അതുപോലെ നടത്തിക്കൊണ്ടിരിക്കുക. പട്ടാളക്കാരെ കൊല്ലുമല്ലേ അവർ. പാകിസ്ഥാൻ ആകെപ്പാടി അതൊരു വിഭജനം വരുമോ ലാസ്റ്റ്? അല്ലല്ല, ബലൂചിസ്ഥാനിലെ പ്രശ്നം വേറെയാണ്. ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ വേറൊരു വംശമാണ് അവരെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അത് പോരാഞ്ഞിട്ട് ചൈനയുടെ വകയായിട്ടുള്ള ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് കടന്നു പോകുന്ന ഈ ബലൂചിസ്ഥാനിൽ കൂടാണ്. അത് അവർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ ഒരു ഐക്യത്തിനും അവരുടെ സ്വാതന്ത്ര്യത്തിനും ഒക്കെ വിരുദ്ധമായിട്ടുള്ളൊരു നടപടിയാണ്. ചൈനയുടെ പിടിയിലാക്കുകയാണ് ആ പ്രദേശം. ഇന്ത്യയെ ഭാവിയിൽ ആക്രമിക്കാനായിരിക്കും. ബലൂചുകൾ അതിനെ എതിർക്കുന്നു, ധീര രക്തസാക്ഷികളാവാൻ തയ്യാറാവുന്നു. ഇതുപോലുള്ള ഭീകരവാദമല്ലവർ അതിനെ എതിർക്കുന്നു. പണ്ട് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മുടെ ഭഗത് സിംഗും അതുപോലെ ചന്ദ്രശേഖർ ആസാദും ഒക്കെ എന്തു ചെയ്തു? അങ്ങനെ ചെയ്ത് ബലിയാടുകളായിത്തീരുന്നു, തിരിച്ചാക്രമിക്കുകയും ചെയ്യുന്നു. ഭീകരവാദത്തിൻ്റെ സ്വഭാവമല്ല, ഒരു ജനകീയ മുന്നേറ്റം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ജനകീയ മുന്നേറ്റത്തിൻ്റെ ഫലമായിട്ട് വരുന്ന ചൈനക്കാരെ കുറേ പേരെ അവർ കൊന്നു. കൊന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പ്രദേശത്തേക്ക് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ പ്രദേശത്തേക്ക് കടന്നു കയറുന്ന ഞങ്ങളുടെ ഐക്യം തകർക്കുന്ന, ഞങ്ങളുടെ അഖണ്ഡത തകർക്കുന്ന, ഞങ്ങളുടെ ആത്മാഭിമാനം തകർക്കുന്ന നിങ്ങളെ ഇവിടെ വരാൻ പാടില്ലെന്നുള്ള സന്ദേശമാണ്. അതുപോലെ ഇറാൻ്റെ പിന്തുണയും അവർക്കുണ്ട്. പിന്നെ തെഹരീക്ക് താലിബാൻ എന്ന് പറഞ്ഞ ഈ സംഘടനയുടെ എന്ന് പറയുന്ന പോലെ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ, അതുപോലെ മുസഫറാബാദ്, അതുപോലെ തന്നെ ഗില്ലിത്ത്, ഇതെല്ലാം ഇന്ത്യയുടെ പ്രദേശങ്ങളാണ്. പാകിസ്ഥാൻ ഭരണത്തിൽ ഒട്ടും തൃപ്തരല്ലാതെ അവർ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ പാകിസ്ഥാൻ ഒരുപക്ഷെ പല ഘടകങ്ങളായിട്ട് വിഭജിക്കപ്പെടാൻ ഉള്ള ഒരു അഗ്നിപർവ്വതം അതിനുള്ളിൽ തന്നെ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. താലിബാൻ മാത്രമല്ല അവരുടെ ശത്രു. ഈ അവസരം ശരിക്കും താലിബാൻ മുതലാക്കുന്നുമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.